പത്തനംതിട്ടയിൽ എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആവേശത്തിലായി എൻഡിഎ ക്യാമ്പ്. ദേശീയ നേതാക്കളടക്കം പ്രചാരണത്തിനായി വരും ആഴ്ചകളിൽ മണ്ഡലത്തിലേക്ക് എത്തുമെന്ന് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. പ്രചാരണം 5 ആഴ്ചകൾ പിന്നിടുന്നു. പരമാവധി ആളുകളെ നേരിൽ കണ്ടുള്ള പ്രചാരണം. എല്ലായിടത്തും വൻ ജനസാന്നിധ്യം. യുവ വോട്ടർമാരുടെയും സ്ത്രീകളുടെയും സാന്നിധ്യം ശ്രദ്ധേയം. പ്രധാനമന്ത്രി നേരിട്ട് പ്രചാരണത്തിനെത്തിയതും ആദ്യഘട്ടത്തിൽ തന്നെ അനിൽ ആന്റണി പ്രചാരണത്തിൽ ഏറെ മുന്നിലാകാൻ കാരണമായി. ഒന്നാം റൗണ്ട് കഴിഞ്ഞു എന്ന് വേണം പറയാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ. ഇപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയായി അതിനുശേഷം ഇപ്പോൾ 1 മാസം പിന്നിട്ടു. ഇന്ന് പ്രകടന പത്രിക ഇന്ന് നോമിനേഷൻ ഫയൽ ചെയ്തു. തീർച്ചയായിട്ടും കഴിഞ്ഞ 1 മാസം ഇവിടെ എല്ലാത്തരം ജനങ്ങളുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി. ഈ മണ്ഡലത്തിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. പല കാരണങ്ങളുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്കിന്ന് വികസനം വേണം, അവസരങ്ങൾ വേണം. കേന്ദ്ര പദ്ധതികളില്ലാതെ ഇവിടെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാം കാരണം ഇവിടുത്തെ ജനങ്ങൾ മാറ്റത്തിന് തയ്യാറായി കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷമുള്ള അടുത്ത ഘട്ടത്തിലെ പ്രചാരണം കൂടുതൽ ആവേശത്തിലാക്കാൻ തയ്യാറെടുക്കുകയാണ് ജില്ലാ നേതൃത്വം. വരും ആഴ്ചകളിൽ ദേശീയ നേതാക്കളടക്കം മണ്ഡലത്തിലേക്ക് വരുമെന്ന് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. 7-ാം തീയതി 2ാം ഘട്ട മെഗാ സമ്പർക്ക പരിപാടി നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ കവർ ചെയ്യാനുള്ള, എല്ലാ ബൂത്തുകളിലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ കവർ ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മളിപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമിത്ഷാ, അതേപോലെ നിർമ്മല സീതാരാമൻ, രാജ്നാഥ് സിംഗ് എന്നിവർ ദേശീയ നേതൃത്വത്തിലുള്ള നേതാക്കന്മാരെ നമ്മളുടെ വിവിധ പരിപാടികളിൽ, വിവിധ റോഡ് ഷോകളിൽ നമ്മളുടെ ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അവരുടെ ഡേറ്റുകൾ കൺഫേം ആയിട്ടില്ല. പക്ഷെങ്കിൽ അവർ ഈ പ്രചരണത്തെ കൊഴിപ്പിക്കുന്നതിന് വേണ്ടി, പ്രചരണത്തെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി, പ്രചരണം വലിയ തോതിൽ എത്തിക്കുന്നതിന് വേണ്ടി ഈ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ സന്ദർശിക്കുന്നുണ്ട്. വലിയ റോഡ് ഷോകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എല്ലാ ദേശീയ നേതാക്കന്മാരെയും കൊണ്ട് ഈ മണ്ഡലത്തിൽ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് വലിയ റോഡ് ഷോകൾ നമ്മൾ നടത്തുന്നതാണ്. അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളടക്കം വികസന മുരടിപ്പ് നേരിടുന്ന പത്തനംതിട്ടയിൽ മാറ്റം സാധ്യമാക്കാൻ നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായ എൻഡിഎ സ്ഥാനാർത്ഥിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന കാര്യം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ എൻഡിഎ ക്യാമ്പും ഇതിനോടകം വിജയിച്ചിട്ടുണ്ട്. ജനം, പത്തനംതിട്ട.